ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം. തുടങ്ങും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ 57ാമത്തെ എപ്പിസോഡായി തുടങ്ങിയിട്ട് ഫാമിലി റൗണ്ടാണ്. അങ്ങനെ ബിന്നിയും ഈ ഒരു അനീഷും തമ്മിലുള്ള വഴക്കിനെ ചേർന്നിട്ടാണ് കാണിക്കുന്നത്. പാത്രങ്ങളൊന്നും മോറിയിട്ടില്ല, അവിടെ തന്നെ ഇട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനീഷും ഈ ഒരു ബിന്നിയും കിടന്ന് ചായ പോലും ഇട്ടിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നതിനെ കുറിച്ചിട്ട് ഫൈറ്റാണ് അവിടെ കാണിക്കുന്നത്. പിന്നെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ഇതിൽ ബിന്നിയാണ് വിജയിക്കുന്നത്. ബിന്നിക്ക് അങ്ങനെ ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡും അങ്ങനെ പോയിരിക്കുകയാണ്. ബിന്നി വിജയിക്കും. ഇതിൽ ആര്യനെ വിജയിക്കാമായിരുന്നു. ആര്യൻ ആ ഒരു ഇത് കണ്ടില്ലായിരുന്നു. കാണാണ്ട് അവിടെ തേടി നടക്കുകയാണോ അല്ല ബിന്നിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു കെണിയാണോ എന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടില്ല. അക്ബർ ആണെങ്കിലോ ഒരു കറക്റ്റായിട്ട് സ്ലോ ആയിരുന്നു, കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു. ഈ ഒരു ആര്യനെ ഒട്ടിക്കാമായിരുന്നു. ഇത് ബിന്നിക്ക് വേണ്ടി മാറിക്കൊടുത്തതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അവിടെ ഫാമിലി റൗണ്ടാണ്. ഫാമിലികൾ ഓരോന്നോരോന്നായിട്ട് ഇവർക്കൊരു ടാസ്ക്കാണ് ഫാമിലി റൗണ്ടിലും കൊടുത്തിട്ടുള്ളത്. ആദ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് അനീഷിൻ്റെ ഒരു ഫാമിലിയാണ് വരുന്നത്. ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടാണ് ഇവർ തുടങ്ങുന്നത് തന്നെ. ഫോട്ടോസ് കറക്റ്റായിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കറക്റ്റായിട്ട് വെച്ചു. ഒരു ഇതിലും അത് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു, താഴെ വീണിട്ടുണ്ടായിരുന്നു. അതും കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അതിലും ഈ ഒരു ഷാനവാസ് വിജയിക്കുന്നുണ്ട്. ഈ ഒരു അനീഷിൻ്റെ മാത്രം ഒരു കല്യാണ ഫോട്ടോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ ഇമേജിനിൽ ആ ഒരു വ്യക്തി മറന്നുപോയതാണ് എന്നാണ് തോന്നുന്നത്. ബ്ലാങ്ക് ഔട്ടായി എന്നാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വന്ന് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെൻറ്റുകളാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ റൗണ്ടാണ്. എലിമിനേഷൻ ആയി പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നൂറ, ആദില, പിന്നെ ഷാനവാസ്, പിന്നെ നമ്മുടെ അനീഷ് എന്നുള്ളവരൊക്കെ എലിമിനേഷൻ ആയിട്ടുണ്ട്. ആര്യനുമില്ല, ബിന്നിയുമില്ല. ബിന്നിക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡും മറ്റേ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്കും കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവർ മറ്റുള്ളവരുടെ ജിഷയിലുണ്ട് ഈ ഒരു എലിമിനേഷനിൽ. സാബുമാൻ, പിന്നെ ഒനീൽ, പിന്നെ നമ്മുടെ ലക്ഷ്മി. ഫാമിലിക്ക് ആരെങ്കിലും ഒരാളെ പറയാമെന്ന് പറയുമ്പോൾ ഷാനവാസിൻ്റെ വൈഫ് വന്നിട്ട് ഈ ഒരു വ്യക്തിയാണ് പറയുന്നത്, അനീഷിനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മോളാണെങ്കിലും നെവിൻ്റെ പേരാണ് അടുത്ത് പറയുന്നത്. നെവിനാണെങ്കിലും അവിടെ തുടിച്ചാടി കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അനീഷിൻ്റെ ഫാമിലിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അനിയൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യൻ്റെ പേരാണ് പറയുന്നത്. ക്രിക്കറ്റ് പ്ലെയർ അല്ലേ, എനിക്ക് ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് ആ വ്യക്തിനെയാണ് ഇഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതെല്ലാം ബിന്നിൻ്റെ ഹസ്ബൻഡാണ് കടന്നു വരുന്നത്. ഈ ഒരു നെവിൻ്റെ കോപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഈ നെവിന് ഈ ഒരു വ്യക്തിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഇത് പ്ലാച്ചിക്കുട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്നാണ് പറയുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നെവിനാണെങ്കിൽ ഇവർക്ക് വേണ്ടി ബെഡ് ഒരുക്കിയിട്ടുള്ള ഒനീലിൻ്റെ ആണ്. ഒനീലിൻ്റെ അടുത്തൊന്നും ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല, ഇവരുടെ ബാക്കിൽ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വെറുപ്പിക്കുന്ന മാതിരിയാണ് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത്. അനീഷിൻ്റെ അടുത്ത് കയറിപ്പോയത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഗെയിമൊക്കെ അങ്ങനെയുണ്ട്, നീ ഒറ്റയ്ക്ക് കളിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്ബറാണ് ഈ ഒരു കോമഡി അടിക്കുന്നത്. ദിയാസനയിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ്. ഈ ആദിലയാണെങ്കിലും അത് കേട്ട് വിഷമമായിട്ട് കരയുന്നുണ്ട്. ഈ ഒരു വ്യക്തിയാണെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ട്. അതൊരു ക്ഷമിക്കാൻ പറ്റിയ ഒരു ഇതല്ല. ഒരു കോമഡിക്ക് വേണ്ടിയും ഈ ഒരു ഇമ്മ്യൂണിറ്റി നിന്ന് വരുന്ന ആൾക്കാരെ ഇങ്ങനെ ഒരു തക്കായിട്ട് സ്വീകരിച്ചത് ഒരു തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആരാണ് താഴെപ്പോട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസ് കളിക്കുന്ന ആൾക്കാർക്ക് അവർ ജിഷയിലിൻ്റെ പേരും ഇതൊക്കെ ഒനിയിൽ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്നാണ്. ആര്യൻ അനുമോളിനെ ഊക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അനുമോളിൻ്റെ ബോയ് ഫ്രണ്ടാണോ അല്ല മറ്റേ ലവറാണോ അല്ല കല്യാണം കഴിച്ചവനാണോ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ വ്യക്തിയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചും പറയുന്നുണ്ട്. ആര്യനും ഈ ഒരു വ്യക്തിയും തമ്മിൽ അത്രയ്ക്ക് ചേർച്ചയൊന്നുമില്ലാതെ ജിഷയിലും ആ ഒരു ടോക്കും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് ആര്യൻ ഊക്കുന്നത്.